പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ പ്രതിഷേധം ശക്തം. തൃശൂരിൽ AIYFന്റെ നേതൃത്വത്തിൽ CAA പകർപ്പുകൾ കത്തിച്ച് പ്രതിഷേധിച്ചു. വർഗീയ താളി കത്തിച്ച് ജനങ്ങളെ വിഭജിക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുകയാണെന്ന് ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ്. കുടിവെള്ള വിതരണത്തിൽ അഴിമതിയുമായി ബന്ധപ്പെട്ട തൃശൂർ കോർപ്പറേഷൻ കൌൺസിൽ യോഗത്തിൽ പ്രതിപക്ഷ പ്രതിഷേധം. ഓംബുഡ്സ്മാൻ അയോഗ്യയാക്കിയ ഡെപ്യൂട്ടി മേയർ ML റോസിയെ പുറത്താക്കണമെന്ന് പ്രതിപക്ഷം. റംസാൻ വ്രതാനുഷ്ഠാനങ്ങൾക്ക് തുടക്കമായി. ഇസ്ലാം മത വിശ്വാസികൾ ഇനിയുള്ള 30 നാളുകൾ ആത്മവിശുദ്ധീകരണത്തിനായി മാറ്റിവെക്കും. മങ്ങാട് പുതുരുത്തി ലോറിയും ഇരുചക്ര വാഹനങ്ങളും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ യുവാവ് മരിച്ചു. വടക്കാഞ്ചേരി എങ്കേക്കാട് റെയിൽവേ ഗേറ്റിന് സമീപം ഇരുചക്ര വാഹനമിടിച്ച് മധ്യവയസ്കൻ മരിച്ചു. അവണൂർ കള്ളുഷാപ്പിൽ പെർമിറ്റില്ലാതെ കള്ളിറക്കിയെന്ന തൊഴിലാളികളുടെ പരാതിയെ തുടർന്ന് എക്സൈസ് സംഘം കള്ള് കസ്റ്റഡിയിലെടുത്തു. കോലടി റേഞ്ചിലെ വിവിധ കള്ളുഷാപ്പുകളിലേക്ക് വിതരണത്തിന് കൊണ്ടുപോകാനായി ഇറക്കിയ കള്ളാണ് കസ്റ്റഡിയിലെടുത്തത്. നമസ്കാരം. വിശദമായ വാർത്തയിലേക്ക്. പൗരത്വ നിയമ ഭേദഗതിയിലെ ചട്ടങ്ങൾ കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ചെയ്തതോടെ പ്രതിഷേധം ശക്തം. തൃശൂരിൽ AIYFന്റെ നേതൃത്വത്തിൽ നഗരത്തിൽ പ്രകടനം നടത്തി. കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ CAA പകർപ്പുകൾ കത്തിച്ച് പ്രതിഷേധിച്ചു. UDFന്റെ നേതൃത്വത്തിൽ മണ്ഡലതല പ്രതിഷേധങ്ങൾ ഇന്ന് വൈകിട്ട് നടക്കും. പൗരത്വ നിയമം നടപ്പിലാക്കാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനത്തിനെതിരെ SDPI പാവർട്ടി സെന്ററിൽ പ്രതിഷേധ പ്രകടനം നടത്തി. SDPI മണലൂർ മണ്ഡലം സെക്രട്ടറി അബ്ദുൾ ഹക്കീം ഉദ്ഘാടനം ചെയ്തു. SDPI പാവർട്ടി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സിദ്ദിഖ് കുരിക്കാട് അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ ഹബീബ് ഇബ്രാഹിം, പഞ്ചായത്ത് സെക്രട്ടറി നജീബ് കൈതമുക്ക് തുടങ്ങിയവർ സംസാരിച്ചു. വർഗീയ താളി കത്തിച്ച് ജനങ്ങളെ വിഭജിക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുകയാണെന്ന് ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ്. കുന്നംകുളം താലൂക്ക് ആശുപത്രി മൾട്ടി സ്പെഷ്യാലിറ്റി ബ്ലോക്കിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചതിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട് SBIക്ക് രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠം കർശന താക്കീത് നൽകിയ അതേ ദിവസം തന്നെ പൗരത്വ നിയമം നടപ്പാക്കിയിരിക്കുകയാണ്. ഇലക്ട്രൽ ബോണ്ട് വിവാദത്തിൽ നിന്ന് രാജ്യത്തിന്റെ പൊതുശ്രദ്ധ തിരിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരം നീക്കം. വർഗീയ താളി കത്തിച്ച് ജനങ്ങളെ വിഭജിക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ നീക്കമാണിത്. ജനാധിപത്യ വിശ്വാസികളായ മുഴുവൻ ആളുകളും ഇതിനെ ചെറുക്കണമെന്നും കേരളം ഇതിനെ ചെറുക്കുമെന്നും മന്ത്രി പറഞ്ഞു. കർശനമായിട്ടുള്ള താക്കീത് രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠം കൊടുത്തൊരു സാഹചര്യത്തിൽ അതേ ദിവസം തന്നെ പൗരത്വ നിയമം നടപ്പിലാക്കുകയാണ്. അതായത് ഇതിൽ നിന്ന് രാജ്യത്തിന്റെ പൊതുശ്രദ്ധ തിരിക്കുന്നതിന് വേണ്ടി വർഗീയത ആളിക്കത്തിച്ച് ജനങ്ങളെ വിഭജിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബോധപൂർവമായിട്ടുള്ള ശ്രമമാണ്. ജനാധിപത്യ വിശ്വാസികളായിട്ടുള്ള മുഴുവൻ ആളുകളും ഇതിനെ ചെറുക്കണം. കേരളം അത് ചെറുക്കും എന്നുള്ളത് തന്നെയാണ്. എത്ര അപഹാസ്യമായിട്ടുള്ളൊരു കാര്യമാണ്. കുടിവെള്ള വിതരണത്തിൽ അഴിമതിയുമായി ബന്ധപ്പെട്ട തൃശൂർ കോർപ്പറേഷൻ കൌൺസിൽ യോഗത്തിൽ പ്രതിപക്ഷ പ്രതിഷേധം. ഓംബുഡ്സ്മാൻ അയോഗ്യയാക്കിയ ഡെപ്യൂട്ടി മേയർ ML റോസിയെ പുറത്താക്കണമെന്ന് പ്രതിപക്ഷം. 50 അജണ്ടകളുമായി ചേർന്ന കൌൺസിൽ യോഗാരംഭത്തിൽ തന്നെ കഴിഞ്ഞ LDF ഭരണസമിതിയുടെ കുടിവെള്ള വിതരണത്തിലെ അഴിമതി ആരോപണവുമായി കോൺഗ്രസ് BJP പ്രതിപക്ഷ കൌൺസിലർമാർ രംഗത്ത് വന്നു. അന്ന് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും നിലവിൽ ഡെപ്യൂട്ടി മേയറുമായ ML റോസിയെ അടക്കം തദ്ദേശ സ്വയംഭരണ വകുപ്പുകൾക്ക് വേണ്ടിയുള്ള ഓംബുഡ്സ്മാൻ അയോഗ്യയാക്കിക്കൊണ്ട് ഉത്തരവിട്ടിരുന്നു. ഈ സാഹചര്യത്തിൽ ഡെപ്യൂട്ടി മേയർ രാജിവെക്കണമെന്നും അല്ലാത്തപക്ഷം പുറത്താക്കണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. എന്നാൽ ഈ ആവശ്യം നിരാകരിച്ചുകൊണ്ട് അജണ്ടകളുമായി കൌൺസിൽ യോഗം മുന്നോട്ടു പോകാൻ മേയർ തീരുമാനിച്ചതോടെ പ്രതിപക്ഷാംഗങ്ങൾ രാജി ആവശ്യപ്പെട്ട് നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചു. ഇതോടെ മേയർ MK വർഗീസ് കൌൺസിൽ യോഗം പിരിച്ചുവിടുകയായിരുന്നു. തുടർന്ന് കോൺഗ്രസ് BJP അംഗങ്ങൾ കൌൺസിൽ ഹാളിൽ ഡെപ്യൂട്ടി മേയറെ ഉപരോധിച്ചു. ഡെപ്യൂട്ടി മേയറെ പുറത്താക്കും വരെ ശക്തമായ സമരവുമായി മുന്നോട്ടു പോകാനാണ് പ്രതിപക്ഷ പാർട്ടികളുടെ തീരുമാനം. 1000 ലിറ്ററിന് 99 രൂപ എന്ന രീതിയിൽ കോർപ്പറേഷൻ ടൗൺ പ്രദേശങ്ങളിലും കൂട്ടിച്ചേർത്ത പഞ്ചായത്ത് പ്രദേശങ്ങളിലും അടക്കം ഒരു വ്യക്തി ടെൻഡർ വെച്ചു. അതിന് കൗൺസിൽ അംഗീകാരം നൽകി. എന്നാൽ മുമ്പുണ്ടായിരുന്ന കരാറുകാർക്ക് കൊടുക്കാനുള്ള ഒരു ഗൂഢാലോചന LDFന്റെ നേതൃത്വത്തിൽ നടത്തി. ആ ഒരു വർഷം നീട്ടിക്കൊടുത്തപ്പോൾ
കോർപ്പറേഷന് കോടിക്കണക്കിന് രൂപയുടെ സാമ്പത്തിക നഷ്ടം വന്നു. 12% പലിശയോടുകൂടി അത് തിരിച്ചു പിടിക്കാനാണ് ഓംബുഡ്സ്മാൻ വിധിച്ചത്. ഇവർ അയോഗ്യരാക്കണമെന്ന് ഇലക്ഷൻ കമ്മീഷന് അറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഇപ്പോൾ അവർ അയോഗ്യരാക്കി. അതിനെ മറികടക്കാനുള്ള ഒരു കോടതി ഉത്തരവുകളോ ഒന്നും മുന്നോട്ട് പോയിട്ടില്ല. പിന്നെ ആ ഡെപ്യൂട്ടി മേയർ ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ കൗൺസിൽ മുന്നോട്ട് പോകാൻ പറ്റും? അതേസമയം ഓംബുഡ്സ്മാൻ ഉത്തരവ് കേവലം ഒറ്റ സീറ്റിന്റെ മാത്രം ബലത്തിൽ ഭരണം നടത്തുന്ന LDFന് കനത്ത തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത്. TCV തൃശൂർ. 2016 തൃശൂർ കോർപ്പറേഷന്റെ കുടിവെള്ള വിതരണത്തിൽ വൻ അഴിമതി കണ്ടെത്തിയതായും അന്നത്തെ മേയർ, ഇപ്പോഴത്തെ ഡെപ്യൂട്ടി മേയർ, മുൻ കോർപ്പറേഷൻ സെക്രട്ടറി എന്നിവരിൽ നിന്ന് 35 ലക്ഷം രൂപ വീതം 3 മാസത്തിനകം നഗരസഭയിൽ അടയ്ക്കാൻ ഓംബുഡ്സ്മാൻ ഉത്തരവിട്ടതായും പരാതിക്കാരൻ KD മാത്യു തൃശൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കോർപ്പറേഷന്റെ ഉല്ലൂക്കര, ഒല്ലൂർ, കൂർക്കഞ്ചേരി, അയ്യന്തോൾ എന്നീ സോണുകളിൽ കുടിവെള്ളം നൽകുന്നതിന് കൌൺസിൽ തീരുമാനിച്ച കരാറുകാരന് പകരം പഴയ കരാറുകാർക്ക് കൂടുതൽ തുകയ്ക്ക് കുടിവെള്ള വിതരണം നൽകിയതുവഴി 99,56,338 രൂപയുടെ നഷ്ടം നഗരസഭയ്ക്ക് വന്നതായും ഓംബുഡ്സ്മാൻ കണ്ടെത്തി. ഈ തുക മുൻ മേയർ അജിത ജയരാജ്, ഇപ്പോഴത്തെ ഡെപ്യൂട്ടി മേയറും മുൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ ML റോസി, മുൻ സെക്രട്ടറി KM ബഷീർ എന്നിവരിൽ നിന്ന് ഈടാക്കാനാണ് ഓംബുഡ്സ്മാൻ ജസ്റ്റിസ് PS ഗോപിനാഥൻ ഉത്തരവിട്ടിരിക്കുന്നത്. അഴിമതി നടത്തിയ ML റോസിയെ അയോഗ്യയാക്കുന്നത് സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന് വിടുന്നതായും പരാതി നൽകിയ തനിക്ക് പാരിതോഷികമായി 25,000 രൂപ നൽകണമെന്നും ഉത്തരവിൽ പറയുന്നതായും KD മാത്യു പറഞ്ഞു. 2016 മുതലുള്ള എല്ലാ കരാറുകളും കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്നും പരാതിക്കാരൻ ആവശ്യപ്പെട്ടു. റംസാൻ വ്രതാനുഷ്ഠാനത്തിന് തുടക്കമായി. ഇസ്ലാം മത വിശ്വാസികൾക്ക് ഇനി വരുന്ന 30 നാൾ പുണ്യം തേടിയുള്ള ദിനരാത്രങ്ങളാണ്. പകൽ മുഴുവൻ അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ച് സ്വയം നവീകരണത്തിന്റെയും ആത്മശുദ്ധീകരണത്തിന്റെയും രാപ്പകലുകളാണ് ഇനി. നോമ്പ് നോറ്റ് വ്രതം അനുഷ്ഠിച്ച് ഈ നാളുകളിൽ പുണ്യപ്രവൃത്തി ചെയ്താൽ 700 മുതൽ 70,000 വരെ ഇരട്ടി പ്രതിഫലം ലഭിക്കുമെന്നാണ് വിശ്വാസം. ഇസ്ലാമിക വിശ്വാസപ്രകാരം എല്ലാ സുഖദുഃഖങ്ങളും വെടിഞ്ഞ് ഏറ്റവും അനുഗ്രഹീതവും പുണ്യവും ഭയഭക്തി നിർഭരവും ആത്മീയവുമായ വളരെ ഗുണകരവുമായ മാസമാണിത്. രാത്രികാലങ്ങളിൽ നിർവഹിക്കുന്ന ദൈർഘ്യമേറിയ തറാവീഹ് നമസ്കാരം റമദാനിലെ പ്രത്യേകതയാണ്. ജാതിമത ഭേദമന്യേ ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുന്ന ഇഫ്താറുകളും റമദാനിലെ ഒരു വിശ്വാസമാണ്. പുണ്യങ്ങളുടെ പൂക്കാലമായ റമദാൻ വീണ്ടും വസന്തം സമ്മാനിക്കുമ്പോൾ ആത്മനിർവൃതിയിലാണ് ഓരോ വിശ്വാസികളും. മങ്ങാട് പുതുരുത്തി നെയ്യൻപടി വളവിൽ ലോറിയും ഇരുചക്ര വാഹനങ്ങളും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ യുവാവ് മരിച്ചു. ബൈക്ക് യാത്രക്കാരനായ നെല്ലുവായി സ്വദേശി കീർത്തി നിവാസിൽ നന്ദൻമാരാരുടെ മകൻ 21 വയസ്സുള്ള ഗൗതമാണ് മരിച്ചത്. അപകടത്തിൽ സ്കൂട്ടർ യാത്രക്കാരനായ മങ്ങാട് കാവീട് വീട്ടിൽ റോയലിന് പരിക്കേറ്റു. ഇന്ന് രാവിലെയായിരുന്നു അപകടം. മങ്ങാട് ഭാഗത്തു നിന്ന് പോകുകയായിരുന്ന ഗൗതം ഓടിച്ചിരുന്ന ബൈക്ക് എതിരെ വരികയായിരുന്ന ലോറിയിൽ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ നിയന്ത്രണം വിട്ട ബൈക്ക് സ്കൂട്ടറിലും ഇടിച്ചു. ഗുരുതരമായി പരിക്കേറ്റ ഗൗതമിനെയും റോയലിനെയും എരുമ്പപ്പെട്ടി ആക്സ് പ്രവർത്തകർ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ഗൗതമിന്റെ ജീവൻ രക്ഷിക്കാനായില്ല. വടക്കാഞ്ചേരി എങ്കേക്കാട് റെയിൽവേ ഗേറ്റിന് സമീപം ഇരുചക്ര വാഹനമിടിച്ച് മധ്യവയസ്കൻ മരിച്ചു. വടക്കാഞ്ചേരി അകമല പാറവളപ്പിൽ 47 വയസ്സുള്ള സുകുമാരനാണ് മരിച്ചത്. അപകടത്തെ തുടർന്ന് ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. വടക്കാഞ്ചേരി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. വടക്കാഞ്ചേരിയിൽ ആക്രിസാധനങ്ങൾ വിറ്റ് ഉപജീവനം നടത്തിയിരുന്ന ആളാണ് സുകുമാരൻ. കല്ലൂർ ആലയങ്ങാട് വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. തൃക്കൂർ ഭാരത പുളിക്കൽ വീട്ടിൽ ചന്ദ്രന്റെ മകൻ 44 വയസ്സുള്ള രാജുവാണ് മരിച്ചത്. 2023 ഡിസംബർ 23 ആലയങ്ങാട് വെച്ചായിരുന്നു അപകടം. കാറിന് പുറകിൽ രാജു സഞ്ചരിച്ച ബൈക്ക് വന്നിടിക്കുകയായിരുന്നു. 3 മാസത്തോളമായി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. കുട്ടഞ്ചേരിയിൽ നായ കുറുകെ ചാടിയതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട ബൈക്കിൽ നിന്ന് വീണ ഒരാൾക്ക് പരിക്കേറ്റു. തൃശൂർ ചാഴിയാട്ടിരിയിൽ താമസിക്കുന്ന തൃശൂർ സ്വദേശി പടിഞ്ഞാറൂട്ടയിൽ വീട്ടിൽ പ്രകാശിനാണ് പരിക്കേറ്റത്. പരിക്കേറ്റ പ്രകാശിനെ എരുമപ്പെട്ടി ആക്സ് പ്രവർത്തകർ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആവണൂർ കള്ളുഷാപ്പിൽ പെർമിറ്റില്ലാതെ കള്ളിറക്കിയെന്ന തൊഴിലാളികളുടെ പരാതിയെ തുടർന്ന് എക്സൈസ് സംഘമെത്തി കള്ള് കസ്റ്റഡിയിലെടുത്തു. ആവണൂർ കോളരി റേഞ്ചിലെ വിവിധ കള്ളുഷാപ്പുകളിലേക്ക് വിതരണത്തിന് കൊണ്ടുപോകാനായി ഇറക്കിയ കള്ളാണ് തൊഴിലാളികൾ തടഞ്ഞതിനെ തുടർന്ന് കോളരി റേഞ്ച് എക്സൈസ് ഉദ്യോഗസ്ഥർ കസ്റ്റഡിയിലെടുത്തത്. കരാറുകാരനുമായി തൊഴിലാളികൾ തമ്മിലുള്ള തൊഴിൽ തർക്കമുള്ള പശ്ചാത്തലത്തിൽ AITC അംഗങ്ങളായ കള്ള് വ്യവസായ സ്ഥിരം തൊഴിലാളികളുടെ പ്രതിഷേധത്തെ തുടർന്നാണ് നടപടി. കരാറുകാരൻ 5 സ്ഥിരം തൊഴിലാളികളെ തൊഴിലിൽ നിന്ന് മാസങ്ങളായി മാറ്റി നിർത്തി ശമ്പളം നൽകാതിരിക്കുകയാണെന്ന് തൊഴിലാളികൾ ആരോപിച്ചു. 5 രജിസ്ട്രേഡ് തൊഴിലാളികൾക്ക് പകരം കരാറുകാരൻ സ്വന്തം താൽക്കാലിക തൊഴിലാളികളെ ഉപയോഗിച്ചതുമൂലം
തൊഴിലില്ലാതായ തൊഴിലാളികൾ പ്രതിഷേധത്തിലായിരുന്നു. കോലഴി റേഞ്ചിലെ അവണൂർ ഉൾപ്പെടെ 24ഓളം കള്ള് ഷാപ്പുകളിലേക്ക് വിതരണത്തിനായി പാലക്കാട് നിന്ന് കൊണ്ടുവരുന്ന കള്ള് അവണൂർ ഷാപ്പിനോട് ചേർന്നുള്ള ഷെഡിൽ ഇറക്കി ജഗ്ഗുകളാക്കി പകർന്നാണ് കൊണ്ടുപോയിരുന്നത്. അവണൂർ ഷാപ്പിൽ 100 ലിറ്റർ കള്ള് വിൽക്കാനേ അനുമതിയുള്ളൂ. മറ്റു ഷാപ്പുകളിലേക്കുള്ള കള്ള് വാഹനത്തിൽ നിന്നിറക്കാതെ പെർമിറ്റ് പ്രകാരമുള്ളത് പകർന്നു കൊടുക്കുകയാണ് വേണ്ടതെന്ന് തൊഴിലാളികൾ പറഞ്ഞു. തൊഴിലാളികൾ തടഞ്ഞതിനെ തുടർന്ന് ജഗ്ഗുകളാക്കി കൊണ്ടുപോകാൻ വെച്ചിരുന്ന 500ഓളം ലിറ്റർ കള്ള് എക്സൈസ് സംഘം കസ്റ്റഡിയിലെടുത്തു. ശേഷം കേസെടുത്തു. മെഡിക്കൽ കോളേജ് പോലീസും സ്ഥലത്തെത്തിയിരുന്നു. കണിമംഗലം പാലക്കൽ റോഡ് ഇന്ന് രാത്രി 10 മുതൽ നാളെ രാവിലെ 4 വരെ അടച്ചിടുമെന്ന് KSTP അധികൃതർ അറിയിച്ചു. കണിമംഗലം പാടത്ത് പാലത്തിനടിയിലെ തോട്ടിലെ വെള്ളം ഒഴുകിപ്പോകാൻ താൽക്കാലിക ബണ്ടിന്റെ അടിയിൽ കുടിവെള്ള പൈപ്പ് സ്ഥാപിക്കുന്നതിന്റെ ഭാഗമായാണ് നിയന്ത്രണം. തൃശൂർ ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾ കൂർക്കഞ്ചേരിയിൽ തിരിഞ്ഞ കുരിയേച്ചിറ, ഒല്ലൂർ, ആനക്കല്ല്, പൂച്ചണിപ്പാടം വഴി പോകണം. ഇരിങ്ങാലക്കുട ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾ പാലക്കൽ മാർക്കറ്റ് ജംഗ്ഷനിൽ തിരിഞ്ഞ് ആനക്കല്ല്, ഒല്ലൂർ വഴിയാണ് പോകേണ്ടത്. കൂർക്കഞ്ചേരി കൊടുങ്ങല്ലൂർ റോഡ് നവീകരണത്തിന്റെ ഭാഗമായി പണിത താൽക്കാലിക ബണ്ട് റോഡ് വെള്ളത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെടുത്തുന്നുണ്ട്. കൃഷിയെ ബാധിക്കുന്നതിന് പുറമെ മഴ പെയ്താൽ വീടുകൾ വെള്ളക്കെട്ടിലാകുമെന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. കണിമംഗലം പാലത്തിന്റെ പണി പൂർത്തിയായ ശേഷമേ ബണ്ട് പൊളിച്ചുമാറ്റൂ എന്നാണ് നിർമ്മാണ കമ്പനിയുടെ നിലപാട്. പാലത്തിന്റെ അനുബന്ധ റോഡിന്റെ വശങ്ങളിൽ 5 മീറ്റർ ഉയരത്തിൽ സുരക്ഷാഭിത്തിയുടെ നിർമ്മാണം പുരോഗമിക്കുന്നു. സർക്കാർ പണം നൽകാത്തതിനാൽ പണികൾ ഇടയ്ക്ക് നിൽക്കുന്ന സാഹചര്യത്തിൽ റോഡ് പണി വൈകുന്നതോടൊപ്പം ബണ്ട് റോഡ് പൊളിച്ചു നീക്കലും നീളും. നെയ്തക്കുടി പരന്നാട്ടുകുന്ന് പ്രദേശത്തെ ഉപ്പുവെള്ള സംഭരണിയാക്കുന്നുവെന്നാരോപിച്ച് ജനകീയ കുടിവെള്ള സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ മാള പഞ്ചായത്തിലേക്ക് മാർച്ച് നടത്തി. സ്വകാര്യ ഫാമിന് ചാലിൽ നിന്ന് മണ്ണെടുക്കുന്നതിന് പഞ്ചായത്ത് അനുമതി നൽകിയതിനെതിരെയാണ് സമരം സംഘടിപ്പിച്ചത്. മണ്ണെടുത്ത് ആഴം വർദ്ധിപ്പിച്ചാൽ ഉപ്പുവെള്ളം പാടശേഖരത്തിലേക്ക് എത്തുമെന്നാണ് സമരക്കാർ പറയുന്നത്. ഈ വിഷയത്തിൽ പരാതികൾ നൽകിയിട്ടും പഞ്ചായത്ത് നടപടി സ്വീകരിക്കുന്നില്ലെന്നും ആക്ഷേപമുണ്ട്. മാള പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണ മുൻ പ്രസിഡന്റ് A. അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. സോയ് കോലഞ്ചേരി അധ്യക്ഷനായി. AIYF മണ്ഡലം സെക്രട്ടറി VS ഗോപാലകൃഷ്ണൻ, KP രാജീവ്, ശോഭന ഗോകുൽനാഥ്, VR ജിനേഷ്, EK അബ്ദുൽ ഖാദർ തുടങ്ങിയവർ പങ്കെടുത്തു. കിള്ളിമംഗലം മങ്ങാടിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ വേല ഇന്ന് ആഘോഷിക്കുന്നു. അഭിഷേകം, ഗണപതി ഹോമം, വിശേഷാൽ പൂജകൾ എന്നിവ നടന്നു. ചൊവ്വലു മോഹനൻ വാര്യരുടെ നേതൃത്വത്തിൽ നടുത്തറ വിഭാഗത്തിന്റെ മേളം അരങ്ങേറി. നടുത്തറ, കിഴക്കുമുറി, കീഴില്ലം, തെക്കുമുറി, പരപ്പറ്റ എന്നീ ദേശക്കാരാണ് വേലയിലെ പ്രധാന പങ്കാളികൾ. ഇവർക്ക് പുറമെ മറ്റ് വിവിധ വേലകളും കാവിലെത്തും. തുടർന്ന് കൂട്ടിയെഴുന്നള്ളിപ്പും നടക്കും. തൃശൂരിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി മാറ്റത്തിൽ അമർഷം രേഖപ്പെടുത്തി അഖില കേരള ധീവരസഭ രംഗത്തെത്തി. ധീവര സമുദായക്കാരനായ പ്രതാപനെ മാറ്റിയെടുത്ത് സമുദായത്തിനകത്തെ മറ്റൊരാളെ പരിഗണിക്കാത്തതിലാണ് അഖില കേരള ധീവരസഭയ്ക്ക് അതൃപ്തി. സമുദായത്തിൽപ്പെട്ട 30 ലക്ഷം ആളുകളെ അവഗണിച്ചെന്ന് ധീവരസഭ ഓർഗനൈസിംഗ് സെക്രട്ടറി TV ജനാർദ്ദനൻ പറഞ്ഞു. കോൺഗ്രസ് പാർട്ടിയാണ് സമുദായത്തെ എന്നും പരിഗണിച്ചിരുന്നതെന്നും സമുദായത്തിലെ ഒരാൾക്ക് സീറ്റ് അനുവദിച്ചതും കോൺഗ്രസ് ആണെന്നും അഖില കേരള ധീവരസഭ അഭിപ്രായപ്പെട്ടു. നിലവിൽ ഒരു സീറ്റിലും പരിഗണിക്കാത്തത് കടുത്ത അവഗണനയാണ്. ആലപ്പുഴയിൽ പരിഗണിക്കണമെന്ന് അറിയിച്ചിട്ടും അവഗണിച്ചുവെന്നും അഖില കേരള ധീവരസഭ നേതാക്കൾ പറഞ്ഞു. കോൺഗ്രസ് നേതൃത്വവുമായി സംസാരിച്ചുവെന്നും തൃശൂരിൽ K. മുരളീധരനെ പിന്തുണയ്ക്കുന്നതിൽ സംസ്ഥാന നേതൃത്വം തീരുമാനമെടുക്കുമെന്നും ധീവരസഭ ഓർഗനൈസിംഗ് സെക്രട്ടറി TV ജനാർദ്ദനൻ പറഞ്ഞു. വെളിക്കുളങ്ങര ശാസ്താംപൂവത്തുള്ള ആനപ്പാന്തം ആദിവാസി കോളനിയിൽ കഴിഞ്ഞ ദിവസം മരിച്ച 8 വയസ്സുകാരൻ അരുൺകുമാറിന്റെ മാതാവ് പുഷ്പയെ ട്രൈബൽ വകുപ്പ് ഏറ്റെടുത്ത് ചികിത്സിക്കണമെന്ന് ആദിവാസി ക്ഷേമ സമിതി ആവശ്യപ്പെട്ടു. മാനസിക വെല്ലുവിളികൾ നേരിടുന്ന പുഷ്പയുടെ അവസ്ഥ മകന്റെ മരണത്തോടെ കൂടുതൽ വഷളായിരിക്കുകയാണ്. എത്രയും വേഗം ഇവരെ ഏറ്റെടുത്ത് ആവശ്യമായ ചികിത്സ നൽകാനായില്ലെങ്കിൽ ഇവർ കാട് കയറാൻ സാധ്യതയുണ്ടെന്നും അങ്ങനെ സംഭവിച്ചാൽ തിരിച്ചു വരാൻ കഴിയാത്ത വിധം ഉൾക്കാട്ടിലകപ്പെടാനോ കാട്ടുമൃഗങ്ങളാൽ ആക്രമിക്കപ്പെടാനോ ഇടവരുമെന്ന് ആദിവാസി ക്ഷേമ സമിതി ജില്ലാ സെക്രട്ടറി UT തിലകമണി പറഞ്ഞു. വേലൂരിൽ ഇറച്ചിക്കടയുടെ മറവിൽ വിൽപ്പന നടത്തിയിരുന്ന ലഹരി ഉൽപ്പന്നങ്ങൾ എരുമപ്പെട്ടി പോലീസ് പിടികൂടി. നിരോധിച്ച പുകയില ഉൽപ്പന്നമായ ഹാൻസ് ആണ് വൻതോതിൽ പിടികൂടിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് വേലൂർ വടുതല വീട്ടിൽ രതീഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. SI C. ശ്രീകുമാർ, CPOമാരായ K. സഗുൺ, രാഹുൽദാസ് എന്നിവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി.
പഴവൂർ റോഡിന് സമീപം ബൈക്കുകൾ കൂട്ടിയിടിച്ച് 3 യുവാക്കൾക്ക് പരിക്കേറ്റു. മങ്ങാട് അയ്യപ്പത്ത് വീട്ടിൽ ആശിഷ്, ചിറ്റണ്ട പട്ടച്ചാലിൽ വീട്ടിൽ ഷാഹിൻ ഷാ, ചിറ്റണ്ട പട്ടച്ചാലിൽ വീട്ടിൽ റിൻഫാസ് എന്നിവർക്കാണ് പരിക്കേറ്റത്. എരുമപ്പെട്ടി ആക്സ് പ്രവർത്തകർ പരിക്കേറ്റവരെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വന്യമൃഗങ്ങളെ നിയന്ത്രിച്ച് മനുഷ്യന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണമെന്നാവശ്യപ്പെട്ട കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് ചാലക്കുടി മണ്ഡലം കമ്മിറ്റി പ്രക്ഷോഭം ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കോടശ്ശേരി പരിയാരം അതിരപ്പള്ളി മേഖലയിൽ വന്യമൃഗശല്യം രൂക്ഷമാണ്. കർഷകർക്ക് യാതൊരുവിധ കൃഷിയും നടത്താൻ കഴിയാത്ത സ്ഥിതിയിലുമാണ്. ഇതിനു പുറമെ വീടുകളിലേക്കും വന്യമൃഗങ്ങൾ എത്തിത്തുടങ്ങി. കഴിഞ്ഞ 10 വർഷത്തിനിടെ നിരവധി പേരാണ് കാട്ടുമൃഗങ്ങളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. അനേകം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ഭാരവാഹികൾ പറഞ്ഞു. സംഭവത്തിന്റെ ഗൗരവം കേന്ദ്ര സർക്കാരിനെ ബോധ്യപ്പെടുത്തുന്നതിന് സംസ്ഥാന സർക്കാർ സർവകക്ഷി യോഗം വിളിക്കണം. പ്രക്ഷോഭത്തിന് മുന്നോടിയായി ഈ മാസം 21-ന് അതിരപ്പള്ളിയിൽ ജനകീയ കൂട്ടായ്മ സംഘടിപ്പിക്കും. നിയോജക മണ്ഡലം പ്രസിഡന്റ് ജോൺസൺ മുണ്ടൻമാണി, മണ്ഡലം പ്രസിഡന്റുമാരായ സെബാസ്റ്റ്യൻ നെടുങ്ങാട്ട്, കർഷക യൂണിയൻ ജില്ലാ സെക്രട്ടറി വിൽസൺ മേച്ചേരി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ആളൂർ പഞ്ചായത്തിൽ 20 ലക്ഷം രൂപ ചെലവിൽ നവീകരിച്ച മാനാട്ടുകുന്ന് വടിയൻചിറ ബണ്ട് റോഡ് മന്ത്രി ഡോക്ടർ ബിന്ദു നാടിന് സമർപ്പിച്ചു. ഹരിത കേരള മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി വടിയൻചിറ പുനരുദ്ധരിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. ആളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് KR ജോജോ അധ്യക്ഷത വഹിച്ചു. മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്ധ്യ നൈസൻ, ജില്ലാ പഞ്ചായത്ത് അംഗം PK ഡേവിസ്, മുൻ MLA KU അരുൺ, വാർഡ് അംഗം KB സുനിൽ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രതി സുരേഷ്, വാർഡ് വികസന സമിതി അംഗം പോളി തുണ്ടിയിൽ തുടങ്ങിയവർ പങ്കെടുത്തു. ജീവിതത്തിൽ അപ്രതീക്ഷിതമായ തിരിച്ചടികൾ ഉണ്ടാകുമ്പോൾ പകച്ചുപോകുന്നവർക്ക് കഠിനാധ്വാനം കൊണ്ട് പൊരുതി മുന്നേറുന്ന നിക്സൺ നൽകുന്ന ആത്മവിശ്വാസവും പ്രതീക്ഷയും ഏറെ വലുതാണ്. സമയം രാവിലെ 4:30. തൃശൂർ നഗരം രാത്രിയുടെ കരിമ്പടം മാറ്റി ഉണരാനുള്ള ഒരുക്കത്തിലാണ്. നല്ലൊരു ചായ കുടിക്കാൻ പറ്റിയ സ്ഥലം നോക്കിയാണ് പോകുന്നത്. ചെന്നു നിന്നത് റൗണ്ട് സൗത്തിലെ സബ്വേക്ക് സമീപം ഒറ്റപ്പാലം ബസ്സുകൾ നിർത്തുന്ന സ്ഥലത്തായിരുന്നു. നിക്സൺ ചേട്ടനാണ് ഇവിടെ ചായ വിൽക്കുന്നത്. നല്ല ചൂട് ചായ പോലെ എപ്പോഴും ഉന്മേഷമുള്ള മുഖമാണ് നിക്സൺ ചേട്ടൻ്റേത്. അതിരാവിലെ 3 മണിക്ക് ഉണർന്ന് ഭാര്യ ജോയ്സി തയ്യാറാക്കി നൽകുന്ന ചായയുമായി 4:20-ന് 2 വീലറിൽ തൃശൂർ റൗണ്ടിലെത്തും. ആമ്പല്ലൂർ പാലിയക്കരയിൽ നിന്നാണ് നിക്സൺ ചേട്ടൻ വരുന്നത്. 2:45 3 മണിയാകുമ്പോൾ 3:45 4 മണിക്ക് പോകുന്നു. 4:20 ആകുമ്പോഴേക്കും തൃശ്ശൂരെത്തും. ഒരു 8:30 ആകുമ്പോഴേക്കും കച്ചവടം കഴിഞ്ഞു. ചായ, കാപ്പി, വിത്തൗട്ട് ചായ, പിന്നെ സ്നാക്സുകൾ ഉണ്ടായിരിക്കും. വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മുകളിൽ ഷീറ്റ് മേയുന്ന ട്രസ് വർക്കായിരുന്നു ചെയ്തിരുന്നത്. ഭേദപ്പെട്ട വരുമാനവും ഉണ്ടായിരുന്നു. സ്വന്തമായി പുതിയ വീട് പണിതത് അക്കാലത്താണ്. അപ്രതീക്ഷിതമായാണ് ജോലിക്കിടെ നിലയിൽ നിന്ന് വീണ് പരിക്കേറ്റത്. 2 തവണ ശസ്ത്രക്രിയ ചെയ്തു. കാലിൽ സ്റ്റീൽ ഇട്ടിരിക്കുകയാണ്. 1.5 വർഷത്തോളം ജോലിക്ക് പോകാനായില്ല. വീട്ടിൽ ഉള്ളുരുകി ഭാര്യയും 2 പെൺമക്കളും. ഏതു വിധേയനെയും ജീവിതം മുന്നോട്ട് നയിക്കണം. തുടർന്ന് സാധിക്കുന്ന വിധത്തിൽ ചെറിയ ജോലികൾ ചെയ്യാൻ തുടങ്ങി. ലോട്ടറി വിൽക്കാനും പോയി. ഒന്നിലും മെച്ചപ്പെടാനായില്ല. പിന്നീട് ഭാര്യ ജോയ്സിയുടെ നിർദ്ദേശപ്രകാരമാണ് ചായയുണ്ടാക്കി വിൽപ്പന നടത്താൻ തുടങ്ങിയത്. തുടക്കത്തിൽ അധികമൊന്നും ചിലവായില്ല. അപ്പോൾ ഡ്രസ്സ് നല്ല മുകളിൽ നിന്ന് വീണ് കാലുമ കമ്പിയും ആക്കിയിട്ടിട്ട് ആയ കാരണം പിന്നെ വർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ട്. വേറൊരു വഴി മുന്നോട്ട് പോകാൻ നോക്കിയപ്പോൾ ഒന്നിലും സക്സസ് ആവുന്നില്ല. പിന്നെ പാലേക്കര ടോളിൻ്റെ അവിടെ ചായ വെക്കാം എന്നുള്ളൊരു ധാരണയിലായിരുന്നു. അവിടെ കൊണ്ടൊന്ന് നോക്കി അവിടെ നിന്ന് വിജയിക്കണില്ല. അവിടേക്ക് ഇഷ്ടം പോലെ ക്യാൻറ്റീനും കാര്യങ്ങളൊക്കെ ഉണ്ട്. വെറുതെ ഒന്ന് മടങ്ങി പോവാ അങ്ങനെയൊക്കെ ആയിരുന്നു ആദ്യം. പിന്നെ ആൾക്കാർക്ക് മനസ്സിലായി തുടങ്ങിയപ്പോൾ കച്ചവടമായി. ഇപ്പോൾ കുഴപ്പമില്ല. നമുക്ക് ചായയും കാപ്പിയും ചെറുകടികളുമായി വന്നാൽ സ്കൂട്ടർ സ്റ്റാൻഡിൽ നിർത്താൻ പോലും ആരുടെയെങ്കിലും സഹായം വേണം. എന്നിട്ടും ഒരു മടിയും കൂടാതെ ഒരു ദിവസം പോലും മുടങ്ങാതെ ചായയുമായി എത്തുന്ന നിക്സൺ ചേട്ടൻ പരിചയമുള്ളവർക്കെല്ലാം ഒരു പ്രചോദനമാണ്, ആത്മവിശ്വാസമാണ്. 2 പെൺമക്കളും ഇന്ന് നഴ്സിംഗ് വിദ്യാർത്ഥികളാണ്. ചായയും പലഹാരങ്ങളും ഉണ്ടാക്കി ഒപ്പം നിൽക്കുന്ന ഭാര്യയും പരിമിതികളോട് പൊരുത്തപ്പെട്ട് ജീവിക്കാൻ ശീലിച്ച മക്കളും ചേരുമ്പോൾ കുടുംബം ഇന്ന് സംതൃപ്തിയുടെയും ആശ്വാസത്തിന്റെയും ഇടമാണെന്ന് നിക്സൺ ചേട്ടൻ പറയുന്നു. TCV തൃശൂർ. പ്രസിദ്ധമായ ചാലക്കുടി കണ്ണമ്പുഴ ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി ഇന്ന് ആഘോഷിക്കുന്നു. നിർമ്മാല്യ ദർശനത്തിന് ശേഷം ക്ഷേത്ര ചടങ്ങുകൾ ആരംഭിച്ചു. ആനയൂട്ട്, കാഴ്ചശീവേലി, അന്നദാനം, 2024 കതിന പൊട്ടിക്കൽ എന്നിവയാണ് ആഘോഷ പരിപാടികൾ. വൈകിട്ട് വിവിധ ദേശങ്ങളിൽ നിന്നും താലി എഴുന്നള്ളത്തും വർണ്ണമഴയും നടക്കും. രാത്രി പ്രസിദ്ധമായ അശ്വതി രാവ് എഴുന്നള്ളിപ്പും ഉണ്ടായിരിക്കും. താലപ്പൊലിയോടനുബന്ധിച്ച് ക്ഷേത്രവും പരിസര പ്രദേശങ്ങളും ദീപപ്രഭയിലായി. ചാലക്കുടി സൗത്ത് ജംഗ്ഷനിൽ ദീപാലങ്കാരമായ പന്തലും ഒരുക്കിയിട്ടുണ്ട്.
ആറാട്ടുപുഴ പൂരം വെടിക്കെട്ടിന് അനുമതി നിഷേധിച്ച് ADM ടി മുരളി ഉത്തരവിട്ടു. പോലീസ്, അഗ്നിരക്ഷാസേന, റവന്യൂ വകുപ്പുകളുടെ അന്വേഷണ റിപ്പോർട്ട്, പെസോ മാർഗനിർദ്ദേശങ്ങൾ എന്നിവയുടെ അടിസ്ഥാനത്തിലാകും തൃശൂരിലും എറണാകുളത്തുണ്ടായ വെടിക്കെട്ട് അപകടങ്ങളുടെ പശ്ചാത്തലത്തിലുമാണ് വെടിക്കെട്ട് പൊതുപ്രദർശനത്തിന് ലൈസൻസ് അനുവദിക്കുന്നതിനുള്ള അപേക്ഷ നിരസിച്ചതെന്ന് ഉത്തരവിൽ പറയുന്നു. അതേസമയം പൂരം വെടിക്കെട്ടിന് അനുമതി ലഭിക്കാൻ ഹൈക്കോടതിയെ സമീപിക്കാൻ ആറാട്ടുപുഴ ക്ഷേത്ര ഉപദേശക സമിതി ഭാരവാഹികളുടെ അടിയന്തര യോഗം തീരുമാനിച്ചു. പോലീസ്, അഗ്നിരക്ഷാ വിഭാഗങ്ങൾ നൽകിയ തെറ്റായ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കരിമരുന്ന് പ്രദർശനത്തിന് അനുമതി നിഷേധിച്ചതെന്ന് കമ്മിറ്റി കുറ്റപ്പെടുത്തി. ആറാട്ടുപുഴ പൂരത്തിന്റെ ആചാരങ്ങൾക്ക് ഭംഗം വരുത്തുന്നതിൽ ആശങ്കയുണ്ടെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഈ മാസം 23-നാണ് ആറാട്ടുപുഴ പൂരം. ജില്ലാ പഞ്ചായത്ത് കടങ്ങോട് ഗ്രാമപഞ്ചായത്തിന് അനുവദിച്ച വനിതാ ഫിറ്റ്നസ് സെന്റർ മന്ത്രി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. AC മൊയ്തീൻ MLA അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ മുഖ്യാതിഥിയായി. പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ, വൈസ് പ്രസിഡന്റ് PS പുരുഷോത്തമൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KK മണി, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ TP ലോറൻസ്, രമണി രാജൻ, ബീന രമേശ്, കുടുംബശ്രീ ചെയർപേഴ്സൺ സൗമ്യ സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. മുതുമൽ താഴം കോൾപ്പടവിൽ കൊയ്ത്തുത്സവം സംഘടിപ്പിച്ചു. ചെറുവള്ളി പുഴയ്ക്ക് സമീപം സംഘടിപ്പിച്ച പരിപാടി മന്ത്രി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. AC മൊയ്തീൻ MLA അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ, സ്ഥിരം സമിതി അധ്യക്ഷ പ്രിയ സജീഷ്, കൌൺസിലർമാരായ KS സുജീഷ്, ഷക്കീന മിൽസ, കോൾപ്പടവ് പ്രസിഡന്റ് KM മജീദ്, സെക്രട്ടറി AK മുഹമ്മദ് ഉണ്ണി തുടങ്ങിയവർ സംസാരിച്ചു. കോൾപ്പടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തുന്ന പ്രവർത്തനങ്ങൾ എന്തോ അവരുടെ കുടുംബത്തിൽ സമൂഹത്തിൽ യോഗം ഇവിടെ നോക്കി. ചാലക്കുടി ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി പ്രൊഫസർ C രവീന്ദ്രനാഥിന്റെ വിജയത്തിനായുള്ള LDF കയ്പമംഗലം മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തി. മതിലകത്ത് നടന്ന കൺവെൻഷൻ CPI ദേശീയ എക്സിക്യൂട്ടീവ് അംഗം KP രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ET ടൈസൺ MLA അധ്യക്ഷനായി. മന്ത്രി P രാജീവ്, സ്ഥാനാർത്ഥി പ്രൊഫസർ C രവീന്ദ്രനാഥ്, CPM ജില്ലാ സെക്രട്ടറി MM വർഗീസ്, LDF നേതാക്കളായ UP ജോസഫ്, KK അഷ്റഫ് എന്നിവർ സംസാരിച്ചു. LDF പുതുക്കാട് മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ CPI സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം PK ബിജു ഉദ്ഘാടനം ചെയ്തു. KK രാമചന്ദ്രൻ MLA അധ്യക്ഷത വഹിച്ചു. മന്ത്രി K രാജൻ, KP രാജേന്ദ്രൻ, CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ്, CPM കൊടകര ഏരിയ സെക്രട്ടറി PK ശിവരാമൻ, CPM ജില്ലാ കമ്മിറ്റി അംഗം TA രാമകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. CPI സംസ്ഥാന കമ്മിറ്റി അംഗം മുൻ MPയുമായ CO പൗലോസ് മാസ്റ്റർ അനുസ്മരണം ചിറ്റാട്ടുകര ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്നു. CPI ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PG സുബിദാസ് ഉദ്ഘാടനം ചെയ്തു. CF രാജൻ അധ്യക്ഷത വഹിച്ചു. AC രമേശ്, കൃഷ്ണൻ തുപ്പത്ത്, BR സന്തോഷ്, PR ബിനേഷ്, TC ശ്രീജിത്ത് എന്നിവർ സംസാരിച്ചു. രംഗചേതനയുടെ നാടക പുരസ്കാരം പ്രൊഫസർ P ഗംഗാധരന് സമ്മാനിക്കുമെന്ന് ഭാരവാഹികൾ തൃശൂരിൽ അറിയിച്ചു. ലോക നാടക ദിനമായി മാസം 27-ന് വൈകിട്ട് തൃശൂർ സംഗീത നാടക അക്കാദമി നാട്യഗൃഹത്തിൽ നടക്കുന്ന ചടങ്ങിൽ ഡോക്ടർ KG പൗലോസ് പുരസ്കാരം സമ്മാനിക്കും. ചലച്ചിത്ര താരം സുനിൽ സുഗത, KV ഗണേഷ്, ET വർഗീസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ആലത്തൂർ ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി K രാധാകൃഷ്ണന് കാഞ്ഞിരക്കോട്, കുണ്ടന്നൂർ പ്രദേശങ്ങളിൽ സ്വീകരണം നൽകി. AC മൊയ്തീൻ MLA, KD ബാഹുലയൻ, NR സത്യൻ, S ബസന്തലാൽ, MS സിദ്ധൻ, പഞ്ചായത്ത് അംഗങ്ങൾ, പൊതുപ്രവർത്തകർ, ചുമട്ടുതൊഴിലാളികൾ തുടങ്ങിയവരും സ്വീകരണത്തിൽ പങ്കെടുത്തു. തുടർന്ന് കുണ്ടന്നൂർ കർമ്മലമാതാ ദേവാലയത്തിൽ K രാധാകൃഷ്ണൻ സന്ദർശനം നടത്തി. വികാരി ഫാദർ സെബി കവലക്കാട്ട്, കൈക്കാരന്മാരായ KP ഷാജു, MP റാഫി, ജോൺ ചാലിശ്ശേരി എന്നിവർ ചേർന്ന് സ്ഥാനാർത്ഥിയെ സ്വീകരിച്ചു. വടക്കാഞ്ചേരി ചോറ്റുപാറ ദേവാലയത്തിലെ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ ഔസേപ്പ് പിതാവിന്റെ തിരുനാളിന് കൊടിയേറി. വികാരി ഫാദർ ആന്റണി അമുത്തൻ കാർമ്മികത്വം വഹിച്ചു. കൈക്കാരന്മാരായ ജോസ് കൊണ്ടിയാരത്ത്, ജോബി കുരുവിനാൽ തുടിയൽ, തിരുനാൾ കൺവീനർ സോബിൻ മാഞ്ഞാമറ്റം, തിരുനാൾ കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. തിരുനാൾ ദിനമായ ഞായറാഴ്ച ആഘോഷമായ പാട്ടുകുർബാനയും പ്രദക്ഷിണവും മൂട്ടുവിതരണവും നടക്കും. ചേലക്കര തോന്നൂർക്കര പ്ലാന്റേഷൻ റോഡിൽ സ്ഥാപിച്ച മിനി ഹൈമാസ് ലൈറ്റിന്റെ ഉദ്ഘാടനം രമ്യ ഹരിദാസ് MP നിർവഹിച്ചു. പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് T ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറിമാരായ E വേണുഗോപാല മേനോൻ, TA രാധാകൃഷ്ണൻ, വാർഡ് മെമ്പർ VK നിർമ്മല എന്നിവർ പങ്കെടുത്തു.
ചെറുതുരുത്തി കേരള കലാമണ്ഡലത്തിൽ കഥകളി വടക്കൻ കളരി ആചാര്യൻ പത്മഭൂഷൺ ഡോക്ടർ കലാമണ്ഡലം രാമൻകുട്ടി നായരാശാന്റെ 11ാം ചരമവാർഷിക അനുസ്മരണ സമ്മേളനം നടന്നു. കേന്ദ്ര സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാവ് കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യൻ ഉദ്ഘാടനം നിർവഹിച്ചു. കലാമണ്ഡലം അക്കാദമി കോർഡിനേറ്റർ കലാമണ്ഡലം ബി അച്യുതാനന്ദൻ അധ്യക്ഷത വഹിച്ചു. വടക്കൻ കളരി വിഭാഗം മുൻ മേധാവി കലാമണ്ഡലം സൂര്യനാരായണൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. കഥകളി സംഗീതം വിഭാഗം മേധാവി കലാമണ്ഡലം ശ്രീനാഥ്, കലാമണ്ഡലം അധ്യാപകരായ കലാമണ്ഡലം നീരജ്, കലാമണ്ഡലം അരുൺ ബി വാര്യർ എന്നിവർ പങ്കെടുത്തു. 11ാമത് ചരമവാർഷികമാണ് ഇവിടെ ആചരിക്കുന്നത്. അതിൻ്റെ ഭാഗമായ അനുസ്മരണ സമ്മേളനം ഇവിടെ നടക്കുന്നു. സ്നേഹത്തോടു കൂടിയിട്ട് എൻ്റെ ശരീരത്തിന് കഥകളി പത്മാസൻ രാമദേശനെ ഒന്നും. കുന്നംകുളം താലൂക്ക് ആശുപത്രി മൾട്ടി സ്പെഷ്യാലിറ്റി ബ്ലോക്കിന്റെ നിർമ്മാണ ഉദ്ഘാടനം ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് നിർവഹിച്ചു. സർക്കാർ ആശുപത്രികൾ ജനസൗഹാർദ്ദവും രോഗി സൗഹാർദ്ദവും ആകണമെന്ന ഇടതു സർക്കാരിന്റെ കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിലെ ആശുപത്രികളിൽ ഈ രീതിയിലുള്ള വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സർക്കാർ ശ്രമിക്കുന്നതെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെ കിഫ്ബി ഫണ്ടിൽ നിന്നും 64.5 കോടി രൂപ വിനിയോഗിച്ചാണ് താലൂക്ക് ആശുപത്രി മൾട്ടി സ്പെഷ്യാലിറ്റി നിലവാരത്തിലേക്ക് ഉയർത്തുന്നത്. AC മൊയ്തീൻ MLA അധ്യക്ഷത വഹിച്ചു. മന്ത്രി കെ രാധാകൃഷ്ണൻ, മുരളി പെരുന്നെല്ലി MLA, ആരോഗ്യ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ KJ റീന, സംസ്ഥാന പട്ടികജാതി പട്ടിക ഗോത്രവർഗ കമ്മീഷൻ അംഗം TK വാസു, ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് തുടങ്ങിയവർ പങ്കെടുത്തു. ചന്ദ്രാപിനി ഹയർ സെക്കൻഡറി സ്കൂളിലെ SPC കേഡറ്റുകളുടെ 2ാമത് ബാച്ചിന്റെ പാസിംഗ് ഔട്ട് പരേഡ് നടന്നു. ET ടൈസൺ MLA സല്യൂട്ട് സ്വീകരിച്ചു. കേഡറ്റുകൾക്കുള്ള ഉപഹാരവും MLA സമ്മാനിച്ചു. CPO ബിജു മോഹൻ ബാബു, ACPO VS നീതു, DIKR ഗിരീഷ് എന്നിവർ പരേഡിന് നേതൃത്വം നൽകി. കയ്പമംഗലം പോലീസ് ഇൻസ്പെക്ടർ M ഷാജഹാൻ, എടത്തിരുത്തി പഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു, വൈസ് പ്രസിഡന്റ് ശൈലജ രവീന്ദ്രൻ, PTA പ്രസിഡന്റ് VK ജ്യോതി പ്രകാശ് തുടങ്ങിയവർ പങ്കെടുത്തു. നികത്താൻ പറ്റുന്ന അല്ലെങ്കിൽ അതൊന്നും തൊട്ടുനീട്ടി മഹാകവി വള്ളത്തോളിന്റെ 66ാം ചരമവാർഷിക ദിനത്തിന്റെ ഭാഗമായി വള്ളത്തോൾ സ്മൃതി വദനവും അദ്ദേഹം പരിഭാഷപ്പെടുത്തിയ 10 സംസ്കൃത നാടകങ്ങളുടെ സമാഹരണത്തിന്റെ പുറംചട്ടയുടെ സമർപ്പണവും സംഘടിപ്പിക്കുമെന്ന ഭാരവാഹികൾ തൃശൂരിൽ അറിയിച്ചു. നാളെ രാവിലെ ചെറുതുരുത്തി വള്ളത്തോൾ സമാധിയിൽ സ്മൃതി വന്ദനം നിർവഹിച്ച ശേഷമാണ് പുസ്തക കവർ സമർപ്പിക്കുക. അന്താരാഷ്ട്ര പുസ്തക ദിനമായ ഏപ്രിൽ 23-ന് തിരൂർ മംഗലത്ത് മഹാകവിയുടെ ജന്മദേശത്ത് പുസ്തക പ്രകാശനം നടത്തും. കലാമണ്ഡലം മുൻ രജിസ്ട്രാർ ഡോക്ടർ NR ഗ്രാമപ്രകാശ്, വള്ളത്തോളിന്റെ പേരമകൻ മുരളി, നൌഷാദ് കൊല്ലം, കവി ജിനു എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പൊതുവിദ്യാഭ്യാസ വകുപ്പും സമഗ്ര ശിക്ഷ കേരളവും സംയുക്തമായി നടപ്പിലാക്കുന്ന വർണ്ണകൂടാരം പദ്ധതിയുടെ നിർമ്മാണ ഉദ്ഘാടനം അയ്യന്തോൾ GLP സ്കൂളിൽ മേയർ MK വർഗീസ് നിർവഹിച്ചു. കൌൺസിലർ N പ്രസാദ് അധ്യക്ഷത വഹിച്ചു. അയ്യന്തോൾ GLPS പ്രധാനാധ്യാപകൻ TM കമറുദ്ദീൻ, SSK തൃശൂർ DPC ഡോക്ടർ NJ ബിനോയ്, URC ട്രെയിനർ TK ഉണ്ണികൃഷ്ണൻ, PTA പ്രസിഡന്റ് P നീരജ് എന്നിവർ സംസാരിച്ചു. തിരൂർ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠനോത്സവം സംഘടിപ്പിച്ചു. സ്കൂൾ മാനേജർ ഫാദർ പോൾസൺ പാലത്തിങ്ങൽ പഠനോത്സവം ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് CL ബാബു അധ്യക്ഷനായിരുന്നു. ഹെഡ് മാസ്റ്റർ ജസ്റ്റിൻ T പേരാമംഗലത്ത്, വാർഡ് മെമ്പർ TK കൃഷ്ണൻകുട്ടി, പ്രിൻസിപ്പൽ സ്മിത, MPTA പ്രസിഡന്റ് വിനീത സാജൻ എന്നിവർ സംസാരിച്ചു. പരിയാരം ബാലിക്കുളം കലാകായിക കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ ഈ മാസം 14 മുതൽ 27 വരെ ആഘോഷരാവ് സംഘടിപ്പിക്കും. 14 വൈകിട്ട് 5-ന് സനീഷ് കുമാർ ജോസഫ് MLA ആഘോഷരാവ് ഉദ്ഘാടനം ചെയ്യും. ലോക നാടക ദിനമായ 27-ന് നാടകരാവും അരങ്ങേറും. രക്ഷാധികാരി ജോയ് വടക്കുംപാടൻ, ചെയർമാൻ സോണി വർഗീസ് കല്ലുപാലം, കൺവീനർ ഡേവിസ് മാമ്പിളി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പുല്ലൂർ പൊതുമ്പുച്ചിറ ചിറയോരത്ത് ടേക്ക് എ ബ്രേക്ക് പദ്ധതി മന്ത്രി ഡോക്ടർ R ബിന്ദു നാടിന് സമർപ്പിച്ചു. മുരിയാട് പഞ്ചായത്ത് നടപ്പിലാക്കുന്ന 2ാം 100 ദിന പരിപാടിയിൽ ഉൾപ്പെടുത്തിയാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കിയത്. ദീർഘദൂര യാത്രക്കിടയിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഭിന്നശേഷിക്കാർക്കും വയോജനങ്ങൾക്കും വിശ്രമിക്കാനുള്ള കേന്ദ്രമാണ് ടേക്ക് എ ബ്രേക്ക്. മുരിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ചിറ്റിലപ്പള്ളി അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാ ചന്ദ്രൻ, മുരിയാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രതി ഗോപി, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രശാന്ത്, K വിജയൻ തുടങ്ങിയവർ പങ്കെടുത്തു.
BJP വെള്ളാങ്കല്ലൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ ജനകീയ സദസ്സ് കർഷക മോർച്ച ജില്ലാ വൈസ് പ്രസിഡന്റ് AP ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. BJP കോണത്തുകുന്ന് ഏരിയ പ്രസിഡന്റ് പ്രശോഭ പുതുക്കാട്ടിൽ അധ്യക്ഷത വഹിച്ചു. BJP കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലം ട്രഷറർ സോമൻ കുറ്റിപ്പറമ്പിൽ, ഏരിയ ഭാരവാഹികളായ പ്രിയ പത്മനാഭൻ, ശിവലാൽ, ജിതിൻ എന്നിവർ സംസാരിച്ചു. കയ്പമംഗലം ചളിങ്ങാട് ശ്രീ മഹാവിഷ്ണു സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ഉത്സവത്തിന് കൊടിയേറി. ഉത്സവത്തോടനുബന്ധിച്ച് നാളെ മുതൽ വിവിധ പരിപാടികൾ നടക്കും. ഈ മാസം 17-നാണ് ഉത്സവം. രസാഭിനയത്തിലൂടെ സഹൃദയ വിദ്യാർത്ഥികൾക്ക് സദനം കൃഷ്ണൻകുട്ടി ആശാൻ വിരുന്നൊരുക്കി. കേന്ദ്രീയ സംസ്കൃത സർവകലാശാലയുടെ PT കുര്യാക്കോസ് സ്മൃതി ഭവൻ പാവർട്ടി കേന്ദ്രത്തിൽ കളിവിളക്ക് തെളിയിച്ച് കേളിക്കൊട്ടിലൂടെയായിരുന്നു രസാഭിനയത്തിന്റെ ആരംഭം. കഥകളിയെക്കുറിച്ചുള്ള പഞ്ചദിന ശില്പശാലയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിച്ചതിനു ശേഷമായിരുന്നു രസാഭിനയം. ക്യാമ്പസ് ഡയറക്ടർ ഇൻചാർജ് പ്രൊഫസർ KE മധുസൂദനൻ അധ്യക്ഷത വഹിച്ചു. സംസ്കൃത ഫിലിം ഡയറക്ടർ വിനോദ് മങ്കര, V കലാധരൻ എന്നിവർ കഥകളിയുടെ കാര്യശാലയ്ക്ക് നേതൃത്വം നൽകി. സ്പെഷ്യൽ ഓഫീസർ പ്രൊഫസർ K വിശ്വനാഥൻ, സെന്റർ കൺവീനർ ഡോക്ടർ ഗിരിധര റാവു എന്നിവർ സംസാരിച്ചു. പെരിഞ്ഞനം SN സ്മാരകം UP സ്കൂൾ 96-ാം വാർഷികാഘോഷം ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK ഗിരിജ മുഖ്യാതിഥിയായി. സ്കൂൾ മാനേജർ PR സജീവ് എൻഡോമെന്റ് വിതരണം നടത്തി. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സായിദ മുത്തുക്കോയ തങ്ങൾ, പ്രധാന അധ്യാപിക CT സംഗീത എന്നിവർ സംസാരിച്ചു. നമ്മുടെ പെരിഞ്ഞനം സ്മാരകം സ്കൂൾ എന്ന് പറയുന്നതിന് സന്തോഷം. പിന്നെ എൻ്റെ PTA ജനപ്രതിനിധികൾ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് നടപ്പിലാക്കുന്ന ഒരു സ്കൂളാണ് നമ്മുടെ SN സ്മാരകം സ്കൂൾ എന്ന് പറയുന്നത്. നമ്മുടെ കൊടുങ്ങല്ലൂർ KKTM ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠനോത്സവം സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ TK ഗീത ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് നവാസ് പടിവിങ്ങൽ അധ്യക്ഷത വഹിച്ചു. വാർഡ് കൗൺസിലർ CS സുമേഷ്, ഹെഡ് മിസ്റ്റർ ഷൈനി ആന്റോ, SMC ചെയർമാൻ VB ഷാലി, MPTA പ്രസിഡന്റ് ജിൻസി സമീർ, OS ഷൈൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികൾ പഠന പ്രവർത്തനങ്ങൾ അവതരിപ്പിച്ചു. ചേരൂർ വിജയപുരം പള്ളിയിൽ വിശുദ്ധ ഔസേ പിതാവിന്റെ ഊട്ടുതിരുനാളിന് കൊടിയേറി. ഫാദർ ഡേവി കാവുങ്കൽ കൊടികയറ്റം നിർവഹിച്ചു. ഞായറാഴ്ചയാണ് ഊട്ടുതിരുനാൾ. രാവിലെ 10-ന് ആഘോഷമായ തിരുനാൾ ദിവ്യബലി നടക്കും. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ഗുരുവായൂർ യൂണിറ്റ് വനിതാ വിംഗ് രൂപീകരിച്ചു. രൂപീകരണ സമ്മേളനവും വനിതാ സംഗമവും ഗുരുവായൂർ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അനീഷ്മ ഷനോജ് ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് പ്രേമപ്രകാശ് അധ്യക്ഷത വഹിച്ചു. എഴുത്തുകാരിയും സാമൂഹ്യ പ്രവർത്തകയുമായ രഞ്ജിനി മേനൻ മുഖ്യപ്രഭാഷണം നടത്തി. ഗുരുവായൂരിലെ വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച വനിതകളായ വസന്തമണി, ഡോക്ടർ ചന്ദ്രിക ശങ്കർ, കലാമണ്ഡലം രമ എന്നിവരെ ആദരിച്ചു. മണിയണ്ടായിട്ടുണ്ട്. എല്ലാവരും ഇവിടെ ഇരിക്കുന്നു. മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ചൊക്കെ തന്നെ സ്ത്രീ ശാക്തീകരണ രംഗത്ത് സ്ത്രീകളെ. എടവിലങ്ങ് പഞ്ചായത്ത് ജാഗ്രതാ സമിതിയുടെ നേതൃത്വത്തിൽ വാർഡ് തല അംഗങ്ങൾക്കുള്ള ഏകദിന ശില്പശാല നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് നിഷ ജിതൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് സന്തോഷ് കോരുചാലിൽ അധ്യക്ഷനായി. സ്ഥിരം സമിതി അംഗങ്ങളായ MR കൈലാസൻ, ഷാഹിന ജലീൽ, ബിന്ദു രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസിന് കൊടുങ്ങല്ലൂർ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ M ഷംനാദും ആരോഗ്യ ബോധവൽക്കരണ ക്ലാസിന് ഡോക്ടർ കസ്തൂരിയും നേതൃത്വം നൽകി. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടുതലും ശ്രദ്ധിക്കേണ്ടത് നമ്മളെ അമ്മമാരാണ്. ഇതാണ് പറയാനുള്ളത്. പിന്നെ നമ്മളെ ഇടവിലങ്ങ് ഞാൻ പറഞ്ഞല്ല, വേറൊരു പരിപാടി അവിടെ ഉണ്ട്. ശ്രീനാരായണപുരം പഞ്ചായത്തിൽ കാർബൺ തുല്യത റിപ്പോർട്ടിംഗ് സർവേ പ്രവർത്തന ഉദ്ഘാടനം, ജൈവ വൈവിധ്യ കർമ്മ പദ്ധതി പ്രവർത്തന ഉദ്ഘാടനവും നടന്നു. ET ടൈസൺ MLA ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് MS മോഹനൻ അധ്യക്ഷത വഹിച്ചു. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK ഗിരിജ, സംസ്ഥാന
ജൈവ വൈവിധ്യ ബോർഡ് അംഗം ഗോവിന്ദൻ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ KS ജയ, സുഗത ശശിധരൻ, തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ PM ഷഫീഖ് എന്നിവർ സംസാരിച്ചു. എൽത്തുരുത്ത് സെന്റ് അലോഷ്യസ് കോളേജിലെ സെന്റ് ചാവറ സെന്റർ ഫോർ ടീച്ചിംഗ് എക്സലൻസ് ആൻഡ് എഡ്യൂക്കേഷണൽ ഇന്നോവേഷന്റെ കീഴിൽ സരസ്വതി വിലാസം ഗവൺമെന്റ് LP സ്കൂളിൽ 1 മാസക്കാലമായി നടത്തിവന്നിരുന്ന ഗുരുകുലം പരിപാടി സമാപിച്ചു. സ്കൂളിലെ തിരഞ്ഞെടുത്ത 26 കുട്ടികൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള വിഷയങ്ങളിൽ സഹായിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് കോളേജിലെ MCOM വിദ്യാർത്ഥികളും 4 അധ്യാപകരും അടങ്ങുന്ന സംഘം ഗുരുകുലം പരിപാടിക്ക് നേതൃത്വം നൽകിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ പ്രതിഷേധം ശക്തം. തൃശൂരിൽ AIYFന്റെ നേതൃത്വത്തിൽ CAA പകർപ്പുകൾ കത്തിച്ച് പ്രതിഷേധിച്ചു. വർഗീയത ആളിക്കത്തിച്ച് ജനങ്ങളെ വിഭജിക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുകയാണെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. കുടിവെള്ള വിതരണത്തിൽ അഴിമതിയുമായി ബന്ധപ്പെട്ട തൃശൂർ കോർപ്പറേഷൻ കൌൺസിൽ യോഗത്തിൽ പ്രതിപക്ഷ പ്രതിഷേധം. ഓംബുഡ്സ്മാൻ അയോഗ്യയാക്കിയ ഡെപ്യൂട്ടി മേയർ ML റോസിയെ പുറത്താക്കണമെന്ന് പ്രതിപക്ഷം. റംസാൻ വ്രതാനുഷ്ഠാനങ്ങൾക്ക് തുടക്കമായി ഇസ്ലാം മത വിശ്വാസികൾ ഇനിയുള്ള 30 നാളുകൾ ആത്മവിശുദ്ധീകരണത്തിനായി മാറ്റിവെക്കും. മങ്ങാട് പുതുരുത്തിയിൽ ലോറിയും ഇരുചക്ര വാഹനങ്ങളും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ യുവാവ് മരിച്ചു. വടക്കാഞ്ചേരി എങ്കേക്കാട് റെയിൽവേ ഗേറ്റിന് സമീപം ഇരുചക്ര വാഹനമിടിച്ച് മധ്യവയസ്കൻ മരിച്ചു. ആവണൂർ കള്ളുഷാപ്പിൽ പെർമിറ്റില്ലാതെ കള്ളിറക്കിയെന്ന തൊഴിലാളിയുടെ പരാതിയെ തുടർന്ന് എക്സൈസ് സംഘം കള്ള് കസ്റ്റഡിയിലെടുത്തു. കോളനി റേഞ്ചിലെ വിവിധ കള്ളുഷാപ്പുകളിലേക്ക് വിതരണത്തിന് കൊണ്ടുപോകാനായി ഇറക്കിയ കള്ളാണ് കസ്റ്റഡിയിലെടുത്തത്. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.